ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബട്ടൂര ഉണ്ടാക്കിയാലോ. ബട്ടൂര എന്ന് പറയുമ്പോൾ കുറേ ലോങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് അല്ല കേട്ടോ. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബട്ടൂരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു ബട്ടൂര ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ ബട്ടൂര ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ബട്ടൂര തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഇളം ചൂട് പാലെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പൊടി കുഴയ്ക്കുന്നത് അതിലേക്ക് പാൽ ഒഴിക്കാം. പാലിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ചേർക്കാം. ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാലിൽ ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് പഞ്ചസാര ചേർത്തിട്ട്, പഞ്ചസാര ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂണാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ബട്ടൂരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. പുളിയുള്ള തൈര് ചേർക്കരുത്, പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം തയ്യാറാക്കി വയ്ക്കുക. എല്ലാം ഇളം ചൂടിൽ വേണം നമ്മൾ എടുക്കാൻ, പാലാണെങ്കിലും വെള്ളമാണെങ്കിലും. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടി എടുത്ത് വയ്ക്കട്ടെ. വളരെ ചെറിയ അളവിൽ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ച് നന്നായിട്ട് ബോൾ ഷേപ്പിലാക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് ബോൾ ഷേപ്പിലാക്കിയെടുക്കട്ടെ. അപ്പം നമ്മളിതാ ഇതുപോലെ സോഫ്റ്റായിട്ട് പൊടി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ, ഒട്ടും ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പൊടി കുഴച്ചതുണ്ടല്ലോ, ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ പാത്രത്തിൽ നമ്മുടെ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മാവ് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. മാവിൻ്റെ മുകൾ ഭാഗത്തും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഏത് ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കണം നല്ലത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് 1-1.5 മണിക്കൂർ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് 1-1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് സൈസ് ഡബിൾ ആയിട്ട് വരണം. അപ്പോൾ ഞാനിത് നല്ല ചൂട് ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ വയ്ക്കാനാണ് പറയുന്നത്. ചൂട് കുറഞ്ഞ ക്ലൈമറ്റിലാണെങ്കിൽ 2 മണിക്കൂർ വരെ വയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1.5 മണിക്കൂറാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നിപ്പോൾ അധികം ചൂടുള്ള ക്ലൈമറ്റ് അല്ല, അതുകൊണ്ട് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബട്ടൂരയുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇത് കണ്ടോ, സൈസ് ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് കുഴച്ചുരുട്ടിയെടുക്കാം. ചെറുതായിട്ട് കുഴയ്ക്കാൻ പാടുള്ളൂ കേട്ടോ, വല്ലാതെ അങ്ങോട്ട് കുഴയ്ക്കരുത്. ഇതിലുള്ള എയർ ബബിൾസ് ഒന്നും പോകരുത്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചുകൂടി വലിയ ബോൾസ് ആക്കി എടുക്കുക. ഞാനപ്പോൾ ഒരുപാട് വലിയ ബട്ടൂര അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. ഈ ഒരു ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് മാവ് എടുക്കില്ലേ, ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി എടുത്തിട്ട് മുകൾ ഭാഗം ഫിനിഷ് ചെയ്ത് ഇതുപോലെ എടുക്കാം. ഇനി നമുക്ക് ഈ മാവ് മാറ്റി വെച്ചിട്ട് പരത്താൻ തുടങ്ങാമെന്ന് വെച്ചാൽ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ടാണ് പരത്തിയെടുക്കാൻ പോകുന്നത്. കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ച ചട്ടിയിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കുക കേട്ടോ, അധികം തിന്നായി പോകരുത്. ഒരുപാട് ബലം കൊടുത്ത് പരത്തരുത്. ഇങ്ങനെയുള്ള 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാലേ നമ്മുടെ ബട്ടൂര പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കട്ടെ. വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ചട്ടിയിൽ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പൊട്ടൽ വെള്ളത്തിൻ്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ ഞാനതൊന്ന് പരത്തിയെടുക്കട്ടെ.
അപ്പോൾ ഞാൻ എന്താ ഒരു ബട്ടൂര പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യാതെയും ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ചെറിയ ബട്ടൂരയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ബട്ടൂര ഉണ്ടാക്കിയിട്ടുള്ളത് ഇട്ടത്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ചെറിയൊരു തിക്നെസ്സിലാണ് നമ്മൾ ബട്ടൂര പരത്തി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തു. നിങ്ങൾക്ക് 4ആയിട്ട് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്യാം. ചെറിയൊരു തിക്നെസ്സോടുകൂടി കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ 2-3 എണ്ണം പരത്തി വയ്ക്കട്ടെ, അപ്പോഴേ നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഒരുമിച്ച് എന്ന് വെച്ചാൽ എണ്ണ ചൂടാകുന്നതനുസരിച്ച് നമ്മൾ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരെണ്ണം ഫ്രൈ ചെയ്ത് പിന്നെ പരത്തി വരുമ്പോൾ സമയം പോകും. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് പരത്തിയെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ ബട്ടൂരയൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ ബട്ടൂര ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടോ. ഞാനപ്പോൾ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി. 2 എണ്ണം ഫ്രൈ ചെയ്തു. ഇപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ബട്ടൂര ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പതുക്കെ നമ്മളൊന്ന് എണ്ണയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബലത്തിൽ പ്രസ് ചെയ്യരുത്. കണ്ടോ, നമ്മുടെ ബട്ടൂര പെർഫെക്റ്റ് ആയിട്ട് ബബിൾസ് ഒക്കെ വന്ന് റെഡി ആയി വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ബട്ടൂരയുടെ പരിപാടി. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും ഒന്ന് ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് സമയം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കളർ മാറി വരും. കണ്ടോ, ഈ ഒരു ഡോട്ട്സും ഈ ഒരു ചെറിയ ബബിൾസൊക്കെ വന്ന് കഴിയുമ്പോൾ കറക്റ്റായിട്ട് കുക്ക് ആയിട്ടുണ്ടാവും. ഒന്നുകൂടി ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയം എണ്ണയിലിട്ട് കുക്ക് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മീഡിയം ബർണറിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റുകയാണിത്. കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ ഇതുപോലെ ബട്ടൂര ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.